ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി അമ്മയെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയോട് തന്നെ കൂടെ കൂട്ടുന്ന കാര്യം പറയാം. അപ്പോൾ നമ്മുടെ വിമലാൻറ്റി പറയണം, മോൻ ഇനി അമ്മയോടത് പറയണ്ട, അതൊരിക്കലും അമ്മയ്ക്ക് സാധിക്കുന്ന കാര്യമല്ല എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വിഷമത്തോടെ അമ്മയെ നോക്കുവാണ്. എൻ്റെ മോന് അമ്മമ്മയുടെ അടുത്ത് വന്നേന്നും പറഞ്ഞ് വിളിച്ചടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ നിർത്തുന്നു. ഒരു ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ കൊച്ചിന്. അപ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, അമ്മ വിഷമിക്കേണ്ട, ആരില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് കരുതാമെന്നൊക്കെ വിമലാൻറ്റി പറയുക. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ ഒന്നും അല്ലാതെ നിൽക്കുക. എൻ്റെ മോൻ വിഷമിക്കാതിരിക്കാൻ പറഞ്ഞ് കുറേ ഉമ്മയൊക്കെ കൊടുത്തു. അപ്പോൾ അമ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലേ, പറ്റൊരു വാടക വീട് കിട്ടിയ ഉടനെ ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാം എന്ന് ശ്രുതി പറയുക. ഇനി നിങ്ങൾ അവിടെ താമസിച്ചാൽ മതി, ഞാൻ അവിടെ താമസിപ്പിച്ചോളാം, എന്നും നിങ്ങളുടെ കൺവെട്ടത്ത് തന്നെ ഞാൻ ഉണ്ടാകുമെന്നും ശ്രുതി വിമലാൻറ്റിയോട് പറയുവാണ്. പിന്നെ അമ്മ വിഷമിക്കാതിരിക്കാനും പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിമലാൻറ്റിക്ക് ഭയങ്കര സങ്കടം, ഭയങ്കര കരച്ചിൽ വിമലാൻറ്റി. അത് കഴിഞ്ഞ് ശ്രുതി രണ്ടും കൽപ്പിച്ച് അവിടെ നിന്ന് പോരുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രവിയേട്ടൻ അവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ചന്ദ്ര ഓടിപ്പോഞ്ഞ് അങ്ങ് വരുന്നു. രവിയേട്ട തകർന്നു, ഈ കുടുംബത്തിന് മാനം പോയി, ഇനി മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ചന്ദ്ര. അപ്പോൾ എന്താ ചന്ദ്ര, നിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും പീഡന കേസ് പെട്ടോ എന്ന് ചോദിച്ചു രവിയേട്ടൻ. ഓ, നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ കുടുംബത്തെ താഴ്ത്തി കെട്ടാനാണല്ലോ നാക്ക്, മക്കളെ തമ്മലടിക്കുന്നത് കണ്ട അത് ചെയ്യരുതെന്ന് പറയും, നാവ് പൊങ്ങത്തില്ലല്ലോ എന്ന് പറയുമ്പം ആരോട് വഴക്കിട്ടെന്ന് ഈ പറയുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കുക, സച്ചിയും രേവതിയും ശ്രീകാന്തും വർഷയും ആയിട്ടാണെന്ന് പറഞ്ഞു. അതെന്നേ, മുറിക്കകത്തിരുന്നായിരുന്നു അടി, ആരും കേൾക്കണ്ടെന്ന് കരുതി കാണും, പക്ഷേ ദൈവം അതെന്നെ കേൾപ്പിച്ചു എന്ന് ചന്ദ്ര പറയാം. ഇപ്പതേ അത് മുറിയിൽ നിന്ന് ഹോളിലേക്കായി. നോക്ക്, ഇങ്ങനെ പോയാലേ നിങ്ങളുടെ മുന്നിൽ കിടന്ന് വെട്ടിച്ചാകുന്നത് കാണേണ്ടി വരുമെന്നൊക്കെ പറയുമ്പം നാവെടുത്താൽ വേണ്ടാത്ത വർത്തമാനേ പറയുള്ളൂ എന്നും പറഞ്ഞ് രവിയേട്ടൻ ദേഷ്യപ്പെടുക. അല്ല, എന്തിനാ പിന്നെ അവർ വഴക്കൂടുന്നതെന്ന് ചോദിക്കുമ്പം അങ്ങനെ ചോദിക്ക്, എല്ലാത്തിനും കാരണം ആ സച്ചിയും രേവതിയാണെന്നും അന്ന് ആവശ്യമില്ലാതെ ശ്രുതിയുടെ കാര്യത്തിൽ ഇടപെട്ട് നിങ്ങൾ കൊണ്ടുവന്ന മരുമകൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പതേ വർഷയുടെ കാര്യത്തിലും കയറി ഇടപെട്ടിരിക്കാം, അവൾ വെറുതെ വിടുവോ, കൊടുക്കേണ്ട രീതി തന്നെ കൊടുത്തോണ്ടിരിക്കുകയാണെന്നൊക്കെ ചന്ദ്ര രവിയേട്ടനോട് പറയുമ്പം രേവതി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവളല്ലല്ലോ, ഇതിപ്പോൾ എന്ത് പറ്റി എന്നും പറഞ്ഞ് രവിയേട്ടൻ നിൽക്കുമ്പോൾ എന്ത് പറ്റാൻ, ഇങ്ങനെ പോയാലേ നാട്ടുകാരറിയാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല രവിയേട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ തമ്മിത്തല്ല് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്, അവർ മുകളങ്ങാനും കാണുമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര. അപ്പോൾ രവിയേട്ടൻ അങ്ങോട്ടേക്ക് കയറിപ്പോയി. രവിയേട്ടൻ കയറിപ്പോയപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് വാക്കുതർക്കമായിട്ട് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ചന്ദ്രയും കൂടെ ഉണ്ട്, ഇങ്ങനെ പൊരിപ്പിച്ച് കൊടുത്ത് കൂടെ പോയേക്കുക. എന്താ മക്കളെ, എന്താ ഇവിടെ പ്രശ്നം, നിങ്ങൾ ഇതിനെ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അങ്കിളെ തമ്മിൽ തല്ലാൻ കാരണങ്ങൾ ഉണ്ടാക്കുന്ന രേവതി ചേച്ചിയാണെന്ന് വർഷ, ശ്രീകാന്തിൻ്റെ വിഷമം കാണാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു വർഷ. ഏട്ടനെ അനിയനെയും തമ്മിൽ തലിച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലോ, കുടുംബത്തെ പിരിക്കാൻ നോക്കുന്ന പണി നീ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് ചന്ദ്ര പറയുമ്പം ഞാനാണോ കുടുംബത്തെ പിരിക്കാൻ നോക്കുന്നേ, ആണോ, ഞാൻ എൻ്റെ പാട്ടിന് കഴിയെവിടെ, എന്തിനാ വെറുതെ എൻ്റെ തലയിലോട്ട് എല്ലാവരും വന്ന് കയറുന്നേ എന്ന് രേവതി അന്നേരം ചന്ദ്രയോട് ചോദിച്ചു. രവിയൻ ഇത് കേട്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഹലോ, അതെ ഇപ്പം ഈ നിങ്ങളെന്ന് പറഞ്ഞത് എന്നെ കൂടെ ഉദ്ദേശിച്ചിട്ടല്ലേ എന്ന് വർഷ ചോദിച്ചു. അതെ, എന്നെക്കുറിച്ച് മിണ്ടി പോകരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പം നിന്നെക്കുറിച്ച് ആര് പറയുന്നു, മേലിൽ എൻ്റെ കൺമുന്നിൽ പോലും വന്നേക്കരുതെന്ന് രേവതി വർഷയോട് പറയുക. അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അത് പറഞ്ഞ രേവതി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പം അവനെവിടെ ആ സച്ചി, അവൻ എവിടെ പോയി കിടക്കാണെന്ന് ചോദിക്കുമ്പം അങ്കിൾ പുറത്ത് സ്കൂട്ടറോ മറ്റോ കഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് വർഷ പറഞ്ഞു. ആ സമയത്ത് ചന്ദ്ര ഇങ്ങനെ നിൽക്കുമ്പം ആൻറ്റി ഇപ്പോഴാണ് എനിക്ക് ഇവരുടെ ശരിക്കുള്ള ക്യാരക്ടർ മനസ്സിലായതെന്ന് വർഷ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ആദ്യം തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ അന്തസ്സിന് ചേരുന്നവരുമായിട്ടേ കൂട്ടുകൂടാൻ പാടുള്ളൂ എന്ന്, നീ അന്നതൊന്നും കേട്ടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര വർഷയോട് പറയുക കേട്ടോ. അവളുടെ തോളിൽ കൈയിട്ട് നടന്നു, ഇപ്പം നിനക്ക് കിട്ടിയാലോ വേറെ നിറച്ച്, ഇപ്പം അവളെ നിനക്ക് മനസ്സിലായില്ലേ, ഓരോരുത്തരെ വെക്കേണ്ട സ്ഥലത്ത് വെക്കണം വർഷ. അപ്പോൾ ആൻറ്റി പറഞ്ഞതേ കറക്റ്റാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ആൻറ്റി പറഞ്ഞതായിരുന്നു ശരി, ആ പറഞ്ഞത് ഞാൻ കേൾക്കണമായിരുന്നു, ഞാൻ ചെയ്തില്ല. അപ്പം ഇനി ഈ ജന്മം അവളോട് നീ മിണ്ടിപ്പോയേക്കരുത് കേട്ടല്ലോ, ഇങ്ങനെ ഒരാൾ ഈ വീട്ടിലുണ്ടെന്ന് പോലും നീ കരുതണ്ട. ഇല്ല ആൻറ്റി, ഞാനിനി അവരോട് മിണ്ടേ ഇല്ല, ഞാൻ ആരാണെന്ന് അവർക്ക് കാണിച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കാണിച്ച് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം അവിടെ നിന്ന് പോയി. അവളെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുക അവിടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താടാ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു. എന്താ അച്ഛാ, ഞാൻ എന്താ ഇവിടുത്തെ നോക്കൂത്തിയാണോ എന്ന് അച്ഛൻ ചോദിക്കാം. ഇത്രയും നാൾ നീയും സുധിയും തമ്മിലായിരുന്നല്ലോ മൽപ്പിടുത്തം, ഇപ്പോഴത്തെ എൻ്റെ രണ്ട് മരുമക്കൾ തമ്മിലായല്ലോ എന്ന് പറയുന്നു. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ രേവതിയോടൊപ്പം ചേർന്ന് നീയും വഴക്ക് കൂടുകയാണോ എന്ന് ചോദിക്കുമ്പം എൻ്റെ പൊന്നേന്ന് പറഞ്ഞിരിക്കുക സച്ചി, മോനെ ഈ ജന്മേനി മിണ്ടിലെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് എന്നും അച്ഛൻ സച്ചിയോട് പറയുക. പിന്നെ ആരോടും വഴക്ക് വയ്ക്കാത്ത ഒരാളാണ് രേവതി മോള്, അവൾ ഇങ്ങനെയൊന്നും പറയാറ് പോലുമില്ല. എടാ ശരിക്കും എന്താടാ പറ്റിയ, എന്താ സംഭവിച്ചതെന്ന് പറയടാന്ന് പറഞ്ഞു. എന്താ നിങ്ങളൊക്കെ തമ്മിലുള്ള പ്രശ്നമെന്ന് ചോദിക്കുമ്പം അതിന് ഞങ്ങൾ തമ്മിലൊരു വഴക്കൊന്നും ഇല്ല അച്ഛാ, പിന്നെ ഞാൻ ഈ കണ്ടതും കേട്ടൊക്കെ പിന്നെ എന്താടാ എന്ന് അച്ഛൻ ചോദിച്ചു. എടാ ഇതൊന്നും ശരിയല്ല സച്ചി, അപ്പോൾ അച്ഛൻ ചുമ്മാ ടെൻഷൻ ആവാതെ ഞാൻ പറയട്ടെ, കണ്ടതും കേട്ടതിലും ഒന്നും ഇല്ല അച്ഛാ എന്ന് സച്ചി പറയാം.
എന്തൊക്കെയാടാ നിങ്ങൾ എന്നിൽ നിന്ന് ഈ മറച്ചു പിടിക്കുന്നത്? എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്നോടൊന്ന് തുറന്നു പറയടാന്ന് പറഞ്ഞു. ഞാനെല്ലാം സംസാരിച്ച് ശരിയാക്കില്ലേന്നും ചോദിച്ചു. എടാ, ഇങ്ങനെ പോയാൽ കുടുംബത്തിൽ എങ്ങനെയാടാ സന്തോഷം ഉണ്ടാവുക? സമാധാനത്തോടെ കഴിയാൻ പറ്റൂടാ ഇവിടെ? നീ എന്താ ഇങ്ങനെ തുടങ്ങണേന്നൊക്കെ അച്ഛനിങ്ങനെ ചോദിക്കുക. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ നിങ്ങളെപ്പറ്റി ഞാൻ വിചാരിച്ച് വെച്ചിരുന്നത്. അപ്പോൾ അച്ഛന് വിഷമമാകുന്നൊന്നും ചെയ്യില്ല എന്ന് നീ നാഴിക്ക് നാപ്പോട്ടം പറയാറുണ്ടല്ലോ, എന്നിട്ട് ചെയ്യുന്നത് എന്താ? എന്തിനാടാ ഇങ്ങനെ ഒരാളെ ഇട്ട് വിഷമിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം, വിഷമിക്കാതെ എൻ്റെ അച്ഛ, ഞങ്ങൾ വഴക്ക് കൂടിയിട്ടൊന്നുമില്ല, അത് ചെറിയൊരു ആക്ടിങ് ആയിരുന്നു, ഡ്രാമ എന്ന് സച്ചി പറയുമ്പോൾ, ഡ്രാമയോ? അതേന്നേ, ഞങ്ങൾ ജോളിയായിട്ട് ബിസ്ക്കറ്റും ചിപ്സും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വഴക്ക് കൂടിയിട്ടൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ വഴക്കിടുന്ന ഒച്ചയാണല്ലോ പുറത്തുനിന്ന് കേട്ടത്. അപ്പോൾ അത് അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ ചെയ്തതാണെന്ന് പറയുമ്പം, നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല സച്ചി. അച്ഛാ, നമ്മുടെ വീട്ടിൽ രേവതിയോട് നല്ലപോലെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ പോലെ കൂട്ടുകൂടുന്ന ആളാരാ? അത് നീയല്ലേടാ. എന്നെ വിട്ടുകളാച്ചാ, ഞാൻ കഴിഞ്ഞാലുള്ള ആളാരാണെന്നാണ് ചോദിച്ചത്. രേവതി സ്വന്തം സഹോദരിയെ പോലെ ഒരാളെ കാണുന്നില്ല, അതാരാണെന്ന് ചോദിക്കുമ്പം അത് വർഷയല്ലേ എന്ന് ചോദിച്ചു. ആണേ, രേവതി എല്ലാ കാര്യത്തിനും വർഷയെ സപ്പോർട്ട് ചെയ്യും. വർഷ രേവതിക്ക് വേണ്ടി അമ്മയോടും കാര്യത്തിൽ സംസാരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാവുന്ന കാര്യമല്ലല്ലോ. അത് നീ പറഞ്ഞാൽ ശരിയാ, അതിൻ്റെ മുറുമുറുക്കായിരിക്കും ഇപ്പോൾ ഉള്ളതല്ലേ? മുറുമുറുപ്പ് മാത്രമൊന്നും അല്ല അച്ഛാ. വർഷയും രേവതിയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പണി അവർ ഒപ്പിച്ചിരുന്നു. ഭാമാൻ്റിയുടെ വീട്ടിൽ വിളിച്ചു വരുത്തി വർഷയുടെ അമ്മ കണ്ടു. വർഷ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, അവൾ ശരിയല്ല, അവൾ രേവതിയുടെ കൂടെ ചേർന്ന് എന്നെ അതും ഇതൊക്കെ പറയാ, എന്നെ വിലവയ്ക്കുന്നില്ല എന്നൊക്കെ വർഷയുടെ അമ്മയോട് പറഞ്ഞു പിടിപ്പിച്ചു. ഇതെന്താ ഇവളിങ്ങനെ? എത്ര കിട്ടിയാലും ഇവൾ പഠിക്കാത്തതെന്താ? എന്തിനാ ഇവളിങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ രേവതിയും വർഷയും തമ്മിൽ തെറ്റിക്കാനും പിരിക്കാനും വേണ്ടിയിട്ട് അമ്മ പ്രയോഗിച്ചൊരു സൂത്രമാണിതെന്നുള്ള കാര്യം സച്ചി അച്ഛനോട് പറയണം. വർഷയുടെ അമ്മ അല്ലെങ്കിൽ തന്നെ ഓരോരോ കാരണങ്ങൾ കിട്ടാൻ കാത്തിരിക്കുക അവിടെ. അതിൻ്റെ കൂടെയാണോ ഇങ്ങനെ? ഇനിയിപ്പോൾ അവർ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ. ഉണ്ടാക്കാനൊന്നുമില്ല അച്ഛാ, ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് സച്ചി അച്ഛനോട് പറഞ്ഞു. അവർ നേരെ വന്ന് രേവതിയുടെ മെക്കിട്ട് കയറി വഴക്ക് പറഞ്ഞു. എൻ്റെ മോള് നല്ലവളാണ്, അവളെ നീ വഴിതെറ്റിക്കരുത്, അവളെ ചീത്തയാക്കരുത്, അവളോട് നീ ഇനിയൊന്നും സംസാരിക്കരുത്, ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ രേവതിയെ ഭയങ്കരമായിട്ട് അവർ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തു. അവരെന്തൊക്കെ പറയുന്നൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റുവാടാന്ന് അച്ഛൻ പറയുമ്പം, അപ്പം എങ്ങനെയുണ്ട്? നിന്നെയും എന്നെയും രേവതിയൊക്കെ അപമാനിക്കാൻ വേണ്ടി കിട്ടുന്നൊരവസരം നോക്കി നടക്കുക അവർ. പാപം രേവതി മോൾക്കത് വിഷമമായി കാണുമല്ലേ എന്ന് ചോദിക്കുമ്പം, പിന്നെ വിഷമമാകാതിരിക്കും. അതുപോലെ അച്ഛാ അവർ പറഞ്ഞത്. അപ്പം അന്നത്തെ ദേഷ്യത്തിന് ഞാൻ രേവതിയും കൂട്ടി അവരുടെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. പക്ഷെ അന്ന് സംഭവിച്ചത് ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ അച്ഛൻ ഇതെല്ലാം സ്വന്തം വിട്ട് കേട്ടുകൊണ്ട് നിൽക്കും. അപ്പോൾ സച്ചി എന്ന് അങ്ങനെ വണ്ടിയിലിരുന്ന് രേവതിയോട് പറയാം, അവരെന്നാലും എന്ത് ധൈര്യത്തിലാണ് നിന്നെ വരട്ടിയത്, അവരെന്ത് പണിയാണ് കാണിച്ച്, ചോദിക്കാതിരുന്നാലേ അവരിനിയും ഇത് ആവർത്തിക്കും, വെറുതെ വിടില്ല ഞാൻ അവരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുമ്പം, എന്തൊരു ദേഷ്യം ഇത് സച്ചേട്ടാന്ന് രേവതി ചോദിച്ചു. പിന്നെ ദേഷ്യം വരില്ല, ഒരു ആവശ്യമില്ലാതെയല്ലേ നിന്നെ അവർ വഴക്ക് പറഞ്ഞതും നിന്നെ അപമാനിച്ചതും? അവരുടെ വീട്ടിൽ പോയി തന്നെയാണ് ചോദിക്കേണ്ടത്. നീ വിട്ടുകൊടുക്കുന്നത് കൊണ്ടാ ഇവരൊക്കെ നിന്റെ തലയിൽ കയറി ഇരിക്കുന്നതെന്നൊക്കെ പറയാം. അപ്പം ഞാനും നല്ലതുപോലെ പറഞ്ഞൂന്നേ, വിട്ടുകൊടുത്തിട്ടൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, പിന്നെ നീ പറഞ്ഞാലും എന്ത് പറയുമെന്ന് എനിക്കറിയാം, അയാളെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഉറപ്പാതെന്നൊക്കെ പറയുമ്പം, ആര്? ആ വർഷയുടെ അച്ഛൻ, അയാളായി ആ പെൺപിള്ളേനെ ഇറക്കി വിടുന്നത്. വർഷ നിന്റെ അടുത്തേക്ക് പറഞ്ഞു, വർഷയുടെ അമ്മയെ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് അവരാ. 2 തവണ എൻ്റെ നടി വാങ്ങിച്ചിട്ടോ അയാൾ പഠിച്ചില്ല. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനേ എന്ത് വേണമെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു. അപ്പോൾ എങ്ങോട്ടേക്ക് സച്ചി നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ വർഷയുടെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. എൻ്റെ ഈശ്വരന്മാരെ, എൻ്റെ പൊന്ന് സച്ചേട്ടാ, ഈ വിഷയം കൂടുതൽ വഷളാക്കാൻ വേണ്ടിയിട്ടാണോ സച്ചേട്ടൻ നോക്കുന്നതെന്ന് ചോദിക്കുമ്പം, നിന്നെ വന്ന് വരട്ടിയാരെ വെറുതെ വിടണമെന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ടു. അവിടെ ചെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല സച്ചേട്ടാ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അമ്മയാണെന്ന് പറഞ്ഞു. അമ്മയോ? അതേന്നും പറഞ്ഞുകൊണ്ട് രേവതി നടന്ന കാര്യങ്ങളെല്ലാം സച്ചിയോട് പറയുവാണ്. ഇത് കേട്ടപ്പോൾ സച്ചിക്ക് അതിനേക്കാളും ഭയങ്കര ദേഷ്യം. എന്നെയും വർഷയും തമ്മിൽ തെറ്റിക്കാൻ അമ്മ തീരുമാനിച്ചിരിക്കാം, അതുകൊണ്ട് ഞങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇപ്പം ചെയ്തതുപോലെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് അമ്മ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അത് അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ ഒന്ന് സച്ചി, എന്താ ഇപ്പം ചെയ്യുക എന്ന് പറഞ്ഞ് സച്ചി ഇരുന്നങ്ങോട്ട് ഇങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാമെന്ന് രേവതി സച്ചിയോട് അന്നേരം പറഞ്ഞു. നമ്മൾ വർഷയും ശ്രീകാന്തുമായിട്ട് വഴക്ക് കൂടുന്നു. നമ്മളെന്തിനാ അവരുമായിട്ട് വഴക്ക് കൂടുന്നത്? നീ എന്നതൊക്കെയാണ് പറയുന്നേ? അതിന് ശരിക്കും വഴക്ക് കൂടുന്നില്ലല്ലോ സച്ചേട്ടാ, വഴക്ക് കൂടുന്നതായിട്ട് നമ്മൾ അഭിനയിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. വഴക്ക് കൂടി ഞാനും വർഷയും തമ്മിൽ തെറ്റി ഇനി പരസ്പരം ഒരിക്കലും മിണ്ടില്ല എന്ന് അവരെ വിശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്ന അമ്മ ഞങ്ങളെ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കില്ലല്ലോ, അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നും വീട്ടിൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആകും. വീട്ടിൽ ചെന്ന് ഒച്ച വെച്ചാൽ അമ്മയെ പേടിപ്പിച്ച അമ്മ ഒന്ന് സൈലൻ്റ് ആയിക്കോളും. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നേ?
ഇങ്ങനൊരു ഡ്രാമ കളിച്ചാലേ അമ്മയ്ക്ക് സന്തോഷവും പിന്നെ ഒരേടാ കൂടെ അമ്മ ഒപ്പിക്കാൻ വരില്ല. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അമ്മ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ അമ്മ അടുത്ത പ്രശ്നം ഉണ്ടാക്കും. എന്തായാലും നിന്നെ വരട്ടെ വർഷയുടെ അമ്മയ്ക്കുള്ളത് ഞാൻ പിന്നെ കൊടുത്തോളാമെന്ന് സച്ചി പറയുമ്പം അത് വിട്ടുകള സച്ചേട്ടാ, ഞാൻ വർഷയെ വിളിച്ച് പ്ലാൻ പറയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രേവതി പറഞ്ഞ കാര്യങ്ങളും സച്ചി തീരുമാനിച്ച കാര്യങ്ങളും എല്ലാം സച്ചി നമ്മുടെ അച്ഛനോട് പറയുക. അപ്പോൾ രേവതി വിളിച്ച് വർഷയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഡ്രാമ കളിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛനൊന്ന് ആശ്വാസമായി. എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നതെന്ന് സച്ചി അച്ഛനോട് പറയുക. പിന്നെ സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും പറയുക. ഇവർ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ചന്ദ്ര അടുക്കളയിൽ നിന്ന് ഒളിഞ്ഞു നോക്കുക, ഇവരവിടെ എന്തെടുക്കണേന്ന് അറിയാനായിട്ട്. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കിയപ്പോൾ അമ്മ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ദേ വർഷ നീ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ശ്രീകാന്ത് വർഷയോട്. എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗോഷ്ടി കാണിക്കാം. ആ സമയത്ത് രേവതി സച്ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ. പറ എന്ന് പറഞ്ഞിങ്ങനെ അവൻ പറഞ്ഞതിന് മറുപടി പറയാനൊക്കെ പറയുമ്പോൾ അത് തന്നെ ഞങ്ങളും പറയുന്നത്. നിന്റെ ഭാര്യയുടെ അമ്മ എന്ന് പറയുന്നത് കേട്ട് ഞങ്ങൾ കൈയും കെട്ടി നിൽക്കണോ എന്നൊക്കെ സച്ചി ചോദിക്കും. എൻ്റെ അമ്മയെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ മിണ്ടാതിരിക്കുന്ന നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു വർഷ. ചന്ദ്ര ഇതെല്ലാം അടുക്കളയിൽ നിന്ന് കാണുക. ഇവിടെ അടിയാണോ? അപ്പോൾ മുറിയെന്ന് മാറി വഴക്ക് ഹാളേക്കായോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുക കേട്ടോ. വർഷം ഞാൻ കാര്യമായിട്ട് പറഞ്ഞതല്ല, നീ ചൂടാവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നേരം ഈ ഏട്ടനെ കൊണ്ടെല്ലാം കൂളാക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിൽക്കുക. അത് അവള് കാര്യമായിട്ട് പറഞ്ഞു ഒന്നുമല്ലോ, മറുപടി പറയാൻ പറഞ്ഞു. ഹെടി നിന്റെ അമ്മയെ പറ്റി പറയുന്നത് എന്ത് എടി? അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാം, അപ്പോൾ കാണാമെന്ന് വർഷ. ഞാൻ പറയടി എന്നും പറഞ്ഞു സച്ചി. നിങ്ങൾ മര്യാദയില്ലാതെ സംസാരിച്ചാലേ ഞാനും അങ്ങനെ സംസാരിക്കുമെന്ന് വർഷ. അപ്പോൾ അതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം എനിക്ക് പോലും ഇതൊരു മനസ്സിലായിട്ടില്ല എന്ന് ശ്രീകാന്ത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിപ്പോൾ എല്ലാം മനസ്സിലായിടാന്ന് സച്ചി. അപ്പോഴത്തേക്ക് രേവതി ചാടി എഴുന്നേറ്റിട്ട് നീ ആരെ അടി പേടിപ്പിക്കുന്നേ? നീ ആദ്യം നിൻ്റെ അമ്മയെ നിലയ്ക്ക് നിർത്താൻ പറഞ്ഞു. നിലയ്ക്ക് നിർത്തേണ്ടത് എൻ്റെ അമ്മയല്ല നിങ്ങളുടെ അമ്മയാണെന്ന് വർഷ. അപ്പോൾ നിൻ്റെ അമ്മയല്ല ഞങ്ങളോട് ഒന്ന് സംസാരിച്ചേ. അപ്പോൾ അത് നിങ്ങൾ പോയി എൻ്റെ അമ്മയോട് പോയി ചോദിക്കുക, എന്നോടല്ലേ ചോദിക്കണമെന്ന് പറഞ്ഞു വർഷ. അപ്പോൾ ചോദിക്കുന്നു പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇടയ്ക്ക് നിൽക്കുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് നിൻ്റെ അമ്മ പറഞ്ഞത്, അത് നിനക്കറിയാവോ? ഞാൻ കാരണം നിനക്ക് മോശം പേരുണ്ടാവും അത്രേ. നീ എല്ലാം ചെയ്ത് കൂട്ടിയിട്ട് കുറ്റമല്ല എൻ്റെ തലയിൽ, നീ ആൾ കൊള്ളാലോ എന്ന് രേവതി പറയുമ്പോൾ അമ്മ അതല്ല നോർമലായിട്ട് പറഞ്ഞതാണ്, നിങ്ങളതിന് വാളെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വർഷ. പിന്നെ അതങ്ങ് പറ എന്ന് പറഞ്ഞുകൊണ്ട് വർഷയോട് നിൽക്കുക. ഇനി നിങ്ങളാ പറയണ്ട, പറ എന്ന് വർഷ സച്ചിയോട് പതുക്കെ പറയുക. സച്ചിയാണെങ്കിൽ മിച്ചർ തീറ്റ പറയുന്നില്ല. അപ്പോൾ എന്താ പറയണ്ടെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് പൊറോട്ടോ അമ്മതി അവിടെ നിൽപ്പുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് കാണിച്ചു കൊടുക്കുക. മറുപടി പറ എന്നും പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് നിർത്തിയതേ അമ്മ ആദ്യം നോർമലായിട്ട് പറഞ്ഞതാണെന്ന്. എന്ത് നോർമല്? നീ അവരെ അടക്കി നിർത്തിയില്ലെങ്കിൽ അനുഭവിക്കും കേട്ടോടി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി. വർഷയുടെ അമ്മ പറഞ്ഞ എന്തിനാ വർഷയുടെ മേക്കിട്ട് കയറുന്നതെന്ന് ശ്രീകാന്ത്. പിന്നെ ഞാൻ ആരുടെ മേക്കിട്ട് കയറണോടാന്ന് സച്ചി ശ്രീകാന്തിനോട് ചോദിക്കുന്നു. പോയി റോഡിലോട്ട് ഇറങ്ങി നിൽക്കുക, എന്നിട്ട് അവിടെ ഒരുപാട് പേര് കാണും, അവരുടെ മേക്കിട്ട് കയറാൻ പറഞ്ഞു. അപ്പോഴേക്കും സച്ചി ഇറങ്ങി പോകാൻ നോക്കും. സച്ചി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി വിളിക്കുമ്പോൾ നീയാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പോയി സച്ചി തിരിച്ചൊന്ന് കയറി വന്നിട്ട് അമ്പടാ നീ കൊള്ളാലോ, അയ്യോ എൻ്റെ ദൈവമേ ഇനി എന്നും ഇതുപോലെ വഴക്കുണ്ടാവണേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ വർഷയുടെ അറിവോടുകൂടി തന്നെ വർഷയുടെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നടിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ എന്നും പറഞ്ഞ് രേവതി. നടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലാന്നും ഞാൻ കാരണം നിനക്ക് മോശം പേരുണ്ടായിട്ടുണ്ടെങ്കിൽ നീ എന്നോട് സംസാരിക്കേണ്ട, എൻ്റെ മുന്നിൽ പോലും വന്നേക്കരുതെന്ന് രേവതി വർഷയോട്. അപ്പോൾ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് എന്താ ഇവിടുന്ന് ഭക്ഷണം കിട്ടില്ല, ഞാൻ പട്ടണം എടുക്കേണ്ടി വരുമോ, ഒന്ന് പോ ചേച്ചി അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് വർഷ. അയ്യോ ചന്ദ്രൻ നെഞ്ചത്ത് കൈ വെച്ച് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക. ഇവളൊരു കേടിയാ രേവതി, ഇവളോട് മിണ്ടാതിരിക്കുന്നത് നല്ലതെന്ന് സച്ചി. അപ്പോൾ ഏട്ടനാ കേടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് സച്ചിയോട്. കേടിയെന്ന് പറഞ്ഞാലേ കുറഞ്ഞു പോകും, റൗഡി അയാൾ റൗഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ. അപ്പോഴേക്കും രേവതി ചാടി എഴുന്നേറ്റു. സച്ചേട്ടനെ റൗഡി എന്ന് വിളിച്ചാണല്ലോ എന്നും പറഞ്ഞു. വിളിച്ച് എന്ത് ചെയ്യും? അദ്ദേഹം എന്ത് റൗഡിത്തരവാടി കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് ദേഷ്യപ്പെട്ടു. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ നോക്കുക. എല്ലാം എൻ്റെ തെറ്റടി, ഇത്രയും കാലം നിന്നെ സപ്പോർട്ട് ചെയ്തത് എനിക്ക് വേണ്ടുന്നത്ര കിട്ടിയടി എന്ന് പറഞ്ഞു രേവതി. അപ്പോൾ എന്ന് പറഞ്ഞു ശ്രീകാന്ത്. ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴല്ലേ നിങ്ങളുടെ തനി നിറം മനസ്സിലായതെന്ന് വർഷ. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ, ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി കേട്ടോടി. ഈ ജന്മം ഇനി ഞാൻ നിന്നോട് മിണ്ടില്ലടി എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം എന്നോട് നിങ്ങൾ മിണ്ടില്ലെങ്കിൽ എനിക്കിപ്പോൾ എന്താ, മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഈ ജന്മം ഇനി ഞാൻ നിങ്ങളോട് മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ്. അപ്പോൾ അയ്യോ വർഷ എന്നും പറഞ്ഞുകൊണ്ട് രേവതി വിളിച്ചപ്പോൾ ചുമ്മാ പറഞ്ഞു ചേച്ചി എന്ന് വർഷ പതുക്കെ പറയുക കേട്ടോ. അപ്പോൾ ചുമ്മാ പറഞ്ഞു സച്ചിയുടെ ചുമ്മാ പറഞ്ഞാന്ന് രേവതി എന്നിട്ട് സച്ചിയോടും പറയുന്നു. ചന്ദ്ര ഇതെല്ലാം കേട്ടോ ഇതാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അവിടെ.
നീ മാത്രമല്ല നിൻ്റെ അമ്മയും ഞങ്ങളോട് സംസാരിക്കാൻ പാടില്ല കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറയുമ്പം അല്ലെങ്കിൽ തന്നെ ആര് നിങ്ങളോട് സംസാരിക്കുന്നത് പോവേന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് എടാ എന്ന് പറഞ്ഞ് സച്ചി വിളിക്കുമ്പോൾ ചുമ്മാ ദൈവമേ ഈ വഴക്ക് എന്നും കൺമുന്നിൽ കാണിച്ചു തരണേന്നും പറഞ്ഞ് നിന്ന് പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നേർന്ന് നിൽക്കാം രവിയേട്ടനോട് ചെന്ന് പറയാം അതാ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടെ പരസ്പരം കൈ അടിച്ച് ചിരിക്കുക രേവതി വാ രസമുണ്ടല്ലേ കളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നിട്ട് ഒരുമിച്ച് മിച്ചറ തിന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പലഹാരമൊക്കെ വായിൽ വെച്ച് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം സച്ചി രേവതി അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 4 പേരും മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയതാണ്. വർഷയും രേവതി തമ്മിൽ തെറ്റി ഈ ജന്മം അവരിനി മിണ്ടില്ലെന്നൊക്കെയാണ് അമ്മ കരുതി വെച്ചിരിക്കുന്നത്. അമ്മയുടെ സന്തോഷം കണ്ടതല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എന്നാലും എടാ നിങ്ങൾ ശരിക്കും അടിച്ചു പിരിഞ്ഞെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോഴാണ് മോനെ എനിക്കൊന്ന് സമാധാനമായത് എന്ന് രവിയേട്ടൻ പറയുവാണേ. കൊള്ളാം, നിങ്ങളുടെ ഡ്രാമ എന്തായാലും കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ നിൽക്കണു. പല കുടുംബങ്ങളിലും മക്കളും മരുമക്കളും തമ്മിൽ വഴക്കിടാറുണ്ട്. ഇവിടെ അച്ഛനമ്മമാരെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് പിണക്കുമൊക്കെ മറന്ന് ഒന്നായതുപോലെ അഭിനയിച്ചിരിക്കുന്നു എന്ന് അച്ഛൻ സച്ചിയോട് പറയുന്നു. എന്നാൽ ഇവിടെയോ ഒത്തൊരുമയോടെ പോകുന്ന മക്കളും മരുമക്കളും തമ്മിൽ അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വഴക്കിടുന്നതായിട്ട് അഭിനയിക്കുന്നു. കൊള്ളാടാ, കൊള്ളാം എന്തൊക്കെയാ. അപ്പം വേറെ എന്ത് ചെയ്യാനാ അച്ഛാ? രേവതിയും വർഷയും ഒന്നായി കാണുന്നിടത്തോളം വർഷയുടെ അമ്മയും പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ എൻ്റെ BP കയറും. അപ്പോൾ ഞാൻ അതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ, അമ്മ ഹാപ്പി അല്ലേ അച്ഛാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് സച്ചിയും അച്ഛനും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു. എന്തായാലും ഞങ്ങൾ വഴക്ക് മാറി അല്ലെങ്കിൽ അവർ വഴക്ക് മാറി ഒന്നിച്ചു എന്ന് അറിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ പിന്നെയും വഴക്കുണ്ടാക്കും. അതുകൊണ്ട് പിന്നെ കുറച്ച് നാളിങ്ങനെ അഭിനയിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നീട് അത് ഭയങ്കര വഴക്കായി മാറുകൂടാന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല അച്ഛാ എന്ന് സച്ചി അച്ഛനോട് പറയണം. എന്തായാലും മകൻ പറഞ്ഞതെല്ലാം കേട്ട് സമാധാനത്തോടെ അച്ഛനകത്തേക്ക് കയറിപ്പോയി. സച്ചി ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന വർഷയും ശ്രീകാന്തും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം. നിങ്ങൾ തെറ്റെന്ന് കരുതി അമ്മ സന്തോഷത്തിലിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ അമ്മ ഒരു വല്ലാത്ത ക്യാരക്ടറാണല്ലോടാന്ന് പറയാം കേട്ടോ. ഞാൻ ഡബ് ചെയ്യുന്ന സീരിയലിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ കഥാപാത്രങ്ങളെന്നൊക്കെ വർഷ പറയുമ്പോൾ നിനക്ക് അറിയാവുന്നതാണല്ലോ. രേവതി എടുത്തി അമ്മയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അതിനു വേണ്ടി അവർ ഈ കാണിക്കുന്നത്. നേരിട്ട് ആൻറ്റിക്കൊരു പണി കൊടുക്കാൻ പറ്റില്ല, പക്ഷെ ആൻറ്റിക്കൊരു പണി കൊടുക്കണമെന്ന് വർഷ പറയുമ്പം നേരിട്ട് നമ്മൾ ഇടപെട്ടാൽ കാര്യങ്ങൾ വഷളാകും, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പറയാം. രേവതി ഏട്ടത്തിയോടുള്ള അമ്മയുടെ ദേഷ്യം കൂടുമെന്നും പറഞ്ഞു. ഏട്ടത്തിക്കിടെ മനസമാധാനത്തോടെ കഴിയാനും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് വർഷയും ശ്രീകാന്തും കൂടി ഇരുന്ന് പരസ്പരം ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.